പ്രധാനമായിട്ട് അമേരിക്ക ഉന്നയിച്ചിരുന്ന ഒരു കാര്യം യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് പിന്മാറണമെന്നാണ്. ഇത് റഷ്യ അത് പൂർണ്ണമായി ഏറ്റെടുക്കാമെന്നും ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരുടെ ഭാഗത്ത് സുരക്ഷിതമായി സൂക്ഷിച്ചോളാം എന്ന് പറയുന്ന ഒരു വാദഗതി പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഇന്നലെ വാർത്ത ഞാൻ കണ്ടിരുന്നു. അത് എത്രമാത്രം ശരിയാണ്? ഈ ഒരു ആശയം റഷ്യ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഇറാന്റെ കൈവശമുള്ള യുറേനിയമാണ് അമേരിക്കയുടെ പ്രശ്നമെങ്കിൽ ആ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം മാത്രമല്ല, ഇറാന്റെ കൈവശം U-238 എന്ന് പറയുന്ന യുറേനിയം അയിര്, ആ അയിരും ധാരാളം, എനിക്ക് തോന്നുന്നു 600 കിലോയോളം ഉണ്ട്. അത് റഷ്യ ഏറ്റെടുത്ത് റഷ്യ അത് സൂക്ഷിക്കാമെന്നും ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ ഈ സമാധാന ചർച്ചകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ മേൽനോട്ടത്തിൽ മാത്രം അത് തിരിച്ചു കൊടുക്കാമെന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം റഷ്യ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അമേരിക്ക അത് കാര്യമായിട്ട് പരിഗണിച്ചു പോലുമില്ല. അതിനെക്കുറിച്ച് അമേരിക്ക അഭിപ്രായം പോലും പറഞ്ഞില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കയുടെ ഒരു ഒരു പ്രിടെക്സ്റ്റ്, ഒരു കാരണം കണ്ടുപിടിച്ചത് മാത്രമാണ് ഈ നമ്മുടെ യുറേനിയം സമ്പുഷ്ടീകരണവും ആണവായുധ നിർമ്മാണവും ഒക്കെ. യഥാർത്ഥത്തിൽ അമേരിക്ക ഇവിടെ ആഗ്രഹിക്കുന്നത് ഇറാനിലെ ഭരണകൂടത്തിന്റെ മാറ്റമാണ്.